ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മേക്കപ്പ് ബ്ലെൻഡേഴ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒറ്റൊരു സിംഗിൾ വൺ ആണ്, ആർ ഗ്ലാസ് ഷേപ്പിലുള്ള ഒരെണ്ണമാണ്. അതാണ് ഞാൻ ഫുൾ ഫേസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ കൺസീലറൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് പല ഷേപ്പിലുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഫ്ലാറ്റ് എഡ്ജാണ് നമ്മൾ അണ്ടർ ഐ കൺസീലറും ഫൗണ്ടേഷൻസൊക്കെ എഡ്ജസിലൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ ഗുവാഷ സ്റ്റോൺ ആൻഡ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ള ഫേസ് ഓയിൽ ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇത്രയും നാളും എൻ്റെ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഗുവാഷ സ്റ്റോൺസിന് യൂസ് എൻ്റെ ഒരു ഫേസിന് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ സിമ്പിൾ എക്സസൈസസ് ചെയ്യുമായിരുന്നു. അതായത് ഈ ഫേസ് ഓയിൽ, ഫേസ് സിറം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാനിങ്ങനെ നമ്മുടെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ഓൺ, ഞാൻ കാണിച്ചത്. അതായത് നമ്മളുടെ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് ഈ നക്കിൾസ് വെച്ചിട്ട് ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന ഈ ഒരു എക്സസൈസ് ആണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ പണ്ട് ഏതോ ഒരു കൊറിയൻ ടിക്ടോക്ക് എന്ന് കണ്ടതാണ്. പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവാണ്. ഇത്രയും നാൾ ഞാനത് യൂസ് ചെയ്യായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു 6 ടൈംസ് ഇവിടെ ജോ ലൈനിൽ ചെയ്യും, ഇവിടെ ഒരു 6 ടൈംസ് അഗൈൻ ഇവിടെ ചീക്സിൽ ചെയ്യും, പിന്നെ ഒരു 6 ടൈംസ് ഇവിടെ ഐബ്രോസിലും ചെയ്യും. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് പ്രായമൊക്കെ വന്നു തുടങ്ങിയില്ലേ, ഞാൻ ഓർത്തു എനിക്ക് കുറച്ച് എൻ്റെ ഫേസ് ഒക്കെ കുറച്ച് റൗണ്ട് ആവുന്നു. അപ്പോൾ ഒന്ന് കോണ്ടറിങ് ഒരു എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗുവാഷ സ്റ്റോൺസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മേടിച്ചത് ക്വാർട്സിൻ്റെ ആണ്. പിന്നെ സെറാമിക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ നോക്കിയപ്പം ഈ ക്വാർട്സ് ആണ് കുറച്ചും കൂടെ നമ്മുടെ ഫേസിന് നല്ലത്. അപ്പം നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ 2 പീസാണ് ഇതിൽ വരുന്നത്, ഒരു സെറ്റിൽ വരുന്നത്. ഇത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനും, ഇങ്ങനെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനും, പിന്നെ ഇത് നമ്മുടെ നെക്കിലും ഷോൾഡറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിലുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് ഓയിൽ മതി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് ഓയിൽ റോസിപ്പ് സീഡ് ഓയിലാണ്. ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനിത് കുറേ ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാൻ ഓവർനൈറ്റാണ് യൂസ് ചെയ്യാറ്. എപ്പോഴെങ്കിലും എൻ്റെ ഫേസ് ഇച്ചിരി ഡ്രൈ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്യും. അല്ലാതെ റെഗുലർലി ഞാനിത് 2-3 ടൈംസ് ഇൻ എ വീക്ക് നൈറ്റ് റൂട്ടീനിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഗുവാഷ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് ഓയിലുണ്ട്. പക്ഷേ ഇന്ന് ഞാനിതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ പുതിയ വാങ്ങിച്ച നമ്മുടെ ഫേസ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ റാൻഡം ഈ ഗുവാഷ ഇരിക്കുന്ന സൈഡിൽ ഇത് കണ്ടുകൊണ്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിന് 2 ടൈപ്പ് ഉണ്ട്, മോർണിംഗ് ഓവർനൈറ്റ് 2 ടൈപ്പ് ഉണ്ട്. അപ്പം ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം മോർണിംഗ് ഗ്ലോന് വിറ്റമിൻ സി, ഓവർനൈറ്റ് റെറ്റിനോൾ കോണ്ടന്റ് ഒക്കെ ഉള്ളതാണ്. ആക്ച്വലി അപ്പം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാണ്. നിങ്ങളുടെ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ, ബിക്കോസ് ഇത് സ്കിൻ കെയർ റൂട്ടീനിലാണല്ലോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ, ചെറിയ ലൈറ്റ് concealer foundation ഉണ്ടായിരുന്നു. So I've removed that and then I've applied the oil. Now let's use the guasha. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് സ്ലൈറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ചരിച്ച് പിടിക്കുക. 1 2 3 4 5. Okay. Other side. Alright. അടുത്തത് cheeks ആണ്. So let's use this end. 1 2 5 times. ഇനി നമുക്ക് ഐബ്രോ ഏരിയയിൽ ചെയ്യാം.
വർക്ക് ചെയ്യാം. ആക്ച്വലി ഇതിന് വേറൊരു ടൂൾ കൂടെ ഉണ്ട്, പക്ഷേ ഈ സെയിം തന്നെ യൂസ് ചെയ്താലും മതി. നമുക്കിനി ഷോൾഡറിലും യൂസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് യു ക്യാൻ ഡു എ അപ്വേർഡ് മോഷൻ. യു ക്യാൻ ജസ്റ്റ് ഡു യുവർ ഷോൾഡേഴ്സ് ആസ് വെൽ. ഇൻസ്റ്റൻ്റ്ലി തന്നെ നമുക്കൊരു ഇഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പഫിനെസ് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വാഷ ഈസ് വെരി എഫക്റ്റീവ് ഗൈസ്. അപ്പം അതായിരുന്നു നമ്മുടെ വാഷ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ്. പക്ഷേ ഇതൊന്നുമല്ല മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ ഓരോ ചേഞ്ചസ് അനുസരിച്ചിട്ട്, അഫ്കോഴ്സ് നമ്മുടെ ഏജ്, when we are aging, our skin changes, a lot of things changes അല്ലെ. ഹോർമോൺ ചേഞ്ച് കാരണം പല രീതിയിൽ നമ്മുടെ സ്കിൻ ചേഞ്ച് ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്ന് വെച്ചിട്ട് നമ്മളിപ്പം സോഷ്യൽ മീഡിയ കാണാൻ എല്ലാം വാരി വലിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഫെൽറ്റ് ഐ ഡിഡ്ന്റ് നീഡ് ഇറ്റ്. എൻ്റെ കൺസേൺസ് വേറെ പലതായിരുന്നു. അതായത് എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു. സോ ഐ ഫോക്കസ്ഡ് മോർ ഓൺ ഡ്രൈനെസ്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ആഫ്റ്റർ 30 എനിക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് വരാൻ തുടങ്ങി. അണ്ടിൽ ദെൻ ഐ യൂസ് ടു വണ്ടർ ആൾക്കാർ എന്തിനാ കൺസീലർ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്ക് 30 കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്താ പറയുക അണ്ടർ ഐ ഡാർക്ക്നെസ് വന്നു തുടങ്ങിയത്. സോ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഐ ക്രീംസ് ആൻഡ് ദെൻ കൺസീലേഴ്സ് ഫോർ മേക്കപ്പ്. നമ്മളുടെ ഒരു സ്കിൻ ചേഞ്ചസ് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങുക. മോയ്സ്ചറൈസർ ആണെങ്കിലും സിറം ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ എല്ലാ പ്രോഡക്ട്സും ഒരുമിച്ച് എല്ലാം കൂടെ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം എല്ലാം കൂടെ ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ കാണുമ്പം കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല, ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ആലോചിച്ച് ഒരിക്കലും ഒട്ടും സ്ട്രെസ്ഡ് ആവരുത്. നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് യൂസ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ സ്മാർട്ട്നെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുക. പക്ഷെ നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ട അറ്റൻഷൻ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കുക. ഓക്കെ ഗൈസ്, സോ സ്റ്റെപ്പ് അപ്പ് ദി ഗെയിം ഇൻ യുവർ സ്കിൻ കെയർ റൂട്ടീൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൺടിൽ ദെൻ ബൈ.